back to my channel Rena's Good Recipes. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ കൂർക്ക വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഉലർത്ത് കറിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇടിച്ചുലർത്തെന്നൊക്കെ പറയുന്ന രീതിയിൽ പലരും ചെയ്യുന്ന റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമുക്കതൊന്ന് നോക്കാം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇപ്പം കൂർക്കയുടെ സീസണാണ്. ഇപ്പം ഈ സമയത്തൊക്കെ നമുക്ക് അവൈലബിളാണ്. ഒട്ടുമിക്കവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും തയ്യാർ ചെയ്യുക. 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. വേറെ മസാലകൾ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ബാക്കിയെല്ലാം നമ്മൾ ഇടിച്ച് ഉലർത്തുന്ന ഉള്ളി വറ്റൽമുളകെല്ലാം നമ്മൾ ഇടിച്ച് ചേർക്കുകയാണ്. അത് ഇടിച്ച് മിക്സിയിൽ കറക്കിയെടുത്ത് ചേർക്കുകയാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ അങ്ങനെ ഉലർത്തിയെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ കറിയുടേത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കൂർക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇടിച്ച് ചേർക്കാനുള്ള അല്ലെങ്കിൽ ചതച്ച് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, 8-9 വറ്റൽമുളക്, ഇത് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തിടാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടിച്ചെടുത്ത കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്ത് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും. നന്നായിട്ട് വെള്ളം വറ്റി ഒന്ന് വളർന്നു വരട്ടെ. ചോറിൻ്റെ മോരുകറിയുടെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല വലിയ ഇനം കൂർക്കയായിരുന്നു, അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു. കൂർക്ക വാങ്ങാൻ പലരും പഠിക്കുന്നത് ക്ലീൻ ചെയ്യാനുള്ള മടി കൊണ്ടാണ്. നന്നായിട്ട് കുതിർത്ത് വെച്ച ശേഷം ചാക്കിലിട്ട് തല്ലി അതിൻ്റെ തോല് കളഞ്ഞെടുക്കാവുന്നതാണ്. കൂർക്കക്കാലത്ത് എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.